വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും നമ്മളെന്തായാലും വന്നേക്കണമെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഞങ്ങൾക്ക് നമ്മളെന്തായാലും നമ്മുടെ വെബ് സീരീസ് വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളങ്ങനെ വന്നേക്കുന്നത്. നമ്മളങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളങ്ങനെ ഒരു പുതിയൊരു കിടിലം വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണേ. കുറേ ദിവസങ്ങളൊക്കെ ഏകദേശം എൻ്റെ ഊഹം വെച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 3-4 ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോകളൊക്കെ അപ്ലോഡുകളൊക്കെ ചെയ്തിട്ട്. ഓക്കെ, ഞാൻ എന്താണ് വീഡിയോകളൊക്കെ അപ്ലോഡുകളൊക്കെ ചെയ്യാത്തതെന്ന് വെച്ചാൽ എനിക്ക് എക്സാമുകളൊക്കെ ആയിരുന്നു. അപ്പോൾ എക്സാമുകളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും അപ്ലോഡ് ചെയ്യാനായിട്ട് ടൈമുകളൊന്നും കിട്ടിയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനിയുണ്ട് കേസ്. ഓക്കെ, ഇനി ഇപ്പോൾ എന്തായാലും വെറും എനിക്ക് 3 എക്സാമുകളൊക്കെ കഴിഞ്ഞുള്ളൂ. ഓക്കെ, ഇനിയും കുറച്ച് എക്സാം കൂടെ ഉണ്ട് കേസ്. ഓക്കെ, അപ്പം മൊത്തം നമ്മുടെ 7 വിഷയങ്ങളിലൊക്കെയാണ് കേസ് എന്തായാലും ഉള്ളത്. ഓക്കെ, അപ്പം ഇനിയും കുറേ എക്സാമുകളൊക്കെ ഉണ്ട് കേസ്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്കെന്തായാലും ഇടാനായിട്ട് പറ്റത്തില്ല കേസ്. ഓക്കെ, ഇനിയും 4 എക്സാമും കൂടെ എന്തായാലും ഉണ്ട്, എന്നാലേ ഈ ഒരു ഇതുങ്ങളൊക്കെ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഓക്കെ, ഓണം എക്സാമാണ്. ഓക്കെ, അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാത്തത്, കുറേ പഠിക്കാനൊക്കെ ഉണ്ട് കേസ്. അതുകൊണ്ടാണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമ്മളങ്ങനെ വീണ്ടും ഇങ്ങനെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കണം. ഓക്കെ, ഇനി ഇന്ന് നമ്മളിപ്പോൾ വീഡിയോ ഇടാൻ കാരണമെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഫ്രീ ആയതുകൊണ്ടാണ്. ഓക്കെ, നാളെയും മറ്റന്നാളും വരുന്നതാണ് വീഡിയോസ് കാണാം. ഓക്കെ, പിന്നെ തിങ്കളാഴ്ചകളൊക്കെ എന്തായാലും വീഡിയോ ഉറപ്പായിട്ട് എന്തായാലും വരില്ല. കാരണം വെച്ചാൽ എനിക്ക് പരീക്ഷകളൊക്കെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയതുപോലെ തന്നെ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതാണ്. ഓക്കെ കേസ്, നമ്മൾ ഈ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ നമ്മുടെ ഈ ഒരു വെബ് സീരീസ് വീഡിയോയിൽ നമ്മൾ അവസാനം ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ നമ്മളെന്തായാലും നൈസായിട്ട് നല്ല എസ്കേപ്പുകളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ എസ്കേപ്പ് ചെയ്ത് നമ്മളങ്ങനെ ഫൈനൽ വീട്ടിലെത്തിയിട്ട് എന്തായാലും ഉണ്ട്. നമ്മൾ ഫുള്ള് ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ അച്ഛനെ കണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ കേസ്, നമുക്കിതൊരു ഇഷ്ടം പോലെ കേസുകളൊക്കെ കിടക്കുകയാണ് കേസ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും എങ്ങനെയെങ്കിലും ചെയ്യണം. നമ്മൾ ലെസ്റ്ററിനോട് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ലെസ്റ്ററുകളൊക്കെ പറയണമെന്ന് വെച്ചാൽ ഈ ഒരു കേസും ബാക്കി സാധനങ്ങളൊക്കെ നമ്മുടെ ഈ കേസുകളൊക്കെ ഫയൽ ചെയ്യണ സ്ഥലത്ത് പോയി ഫുള്ളായിട്ട് അങ്ങ് എറൈസ് ചെയ്ത് കളയാനാണ് നമ്മുടെ ലെസ്റ്ററുകളൊക്കെ എന്തായാലും പറയണം. നമുക്കെതിരെയുള്ള കേസും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിട്ട് ഇഷ്ടം പോലെ കേസും ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കുകയാണ് നമ്മുടെ CJക്കെതിരെ. ഓക്കെ, നല്ല പണിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, എൻ്റെ മണ്ടയ്ക്കൂടെ നമ്മുടെ മറ്റേ വണ്ടി ഇടുന്നു കേസ്, നമ്മുടെ ഒരു ലെജൻഡറിൻ്റെ. ഓക്കെ, ആ വണ്ടിയിൽ കിട്ടുമെന്ന് തന്നെ ചെറിയ സംശയമുണ്ട്. അമ്മാതിരി പ്രശ്നമാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, ഇത് ചെയ്യാനാണ് കേസ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും അങ്ങോട്ട് എന്തായാലും നടന്നെന്തായാലും പോവാം കേസ്. ഓക്കെ, നമുക്കെന്തായാലും ഇന്ന് ഏത് വണ്ടി എടുത്തുകൊണ്ടോ ഞാനൊരു പ്രധാന കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ വിട്ടു കേസ്. ഓക്കെ, ഇതുവരായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്തുള്ള ബെല്ലൈക്കനും കൊടുത്ത് എനേബിൾ ചെയ്ത വീഡിയോസ് അപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. പിന്നെ വീഡിയോസുകളൊക്കെ എപ്പോഴും നിങ്ങൾ എന്തായാലും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയറിങ്ങളൊക്കെ ചെയ്തു. നിങ്ങൾ ആരും ഷെയർ ഇല്ല കേസ്, നിങ്ങൾ ഇപ്പോഴും തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ മാക്സിമം വീഡിയോസുകളൊക്കെ ഷെയറിങ്ങളൊക്കെ ചെയ്തു. എല്ലാം കിട്ടില്ല വീഡിയോസാണ്. ഇനി നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D വെബ് സീരീസ് വീഡിയോസ് എല്ലാം പക്ക വീഡിയോസുകളൊക്കെയാണ്. നമ്മുടെ ഈ വീഡിയോ തൊട്ട് എല്ലാം പക്ക കിടുന്ന വീഡിയോസാണ്. ഇതുവരെയൊക്കെ ഒരു ബോറിംഗ് വീഡിയോ ആയിരുന്നു നമ്മുടെ ഈ ഒരു വെബ് സീരീസൊക്കെ. അതെനിക്ക് തന്നെ സത്യം പറയാൻ അറിയാം കേസ്. ഓക്കെ, ഇനിയുള്ള എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കിടിലം വീഡിയോസും കാര്യങ്ങളൊക്കെ ആണ് കേസ്. ഓക്കെ, അപ്പം നമുക്കിനി ബാക്കിങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞങ്ങളൊക്കെ എന്തായാലും വന്നതെന്ന് വെച്ചാൽ ഒരു പ്രധാന കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിലാണ് ഇഷ്ടം പോലെ വണ്ടികൾ ഞങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളതിൽ ആദ്യം എന്ന് വെച്ചാൽ ബൈക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നമ്മളതിൽ ആകെ വണ്ടിയായിട്ട് ആകെ ഒരു സ്കോർപ്പിയോ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ഒരിക്കലും കൊടുക്കത്തില്ല കേസ്. ഓക്കെ, ആ വണ്ടിയുടെ ബാറ്ററി അടിച്ച് കിടക്കുകയാണ്, അതുകൊണ്ടാണ് എടുക്കാത്തത്. നമ്മുടെ എല്ലാ വണ്ടിയും ബാക്കിലോട്ടൊക്കെ എടുത്തിട്ടിരിക്കണം. അതെന്താണോ എന്തോ നമുക്കെതിരെ കേസ് വല്ലതും കൊടുത്തുകൊണ്ടാണ് എന്താ ബാക്ക് കൊണ്ടിട്ടാ. നമ്മുടെ അച്ഛൻ്റെ ആ ഒരു ലെജൻഡർ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇത് സർവീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിനല്ല കുഴപ്പമാണ്, നമ്മൾ അങ്കിളിൻ്റെ വണ്ടിയായിരുന്നു, അതിൻ്റെ ടയർ പഞ്ചറായിരുന്നു. ഓക്കെ, ഫെറാറി ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ സ്വിഫ്റ്റ് ബാക്കിലാണ്, അതാണ് കൂടുതൽ അവർ എടുക്കണത്. ഇത് എടുക്കാറില്ല വലുതായിട്ട്. ഓക്കെ, നമ്മുടെ കയ്യിലാണെങ്കിൽ വണ്ടിയും ബാക്കി കാറും കേരളമൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളതിൽ ബൈക്കും കേരളം ഒന്നും വലുതായിട്ടില്ല കേസ്. നമ്മളതിൽ ആകെയുള്ള വെച്ചാൽ ഒരു സ്പ്ലെൻഡർ, ഒരു RC, പിന്നെ മറന്നു കേസ്. ഓക്കെ, ഒരു വണ്ടി ഉണ്ടായിരുന്നില്ല, മറന്നു കേസ്. നമ്മളെ ഗാരേജ് വെച്ച് എനിക്ക് സത്യം പറയുമ്പോൾ വണ്ടികളെ കുറിച്ച് ഒരു ഓർമ്മയില്ല. അതെ, നമ്മുടെ ZX 10R. ഓക്കെ, നമ്മുടെ കവാസാക്കി നിഞ്ച ZX 10Rഉം ഈ ഒരു സ്പ്ലെൻഡറും പിന്നെ ഇപ്പോൾ ഓർമ്മ RC ആണ് നമ്മുടെ കയ്യിലുള്ള വണ്ടിയൊക്കെ. പിന്നെ നമ്മളതിൽ എന്തായാലും 3 സൈക്കിളും എന്തായാലും ഉണ്ട്. സൈക്കിളല്ല നമ്മുടെ വിഷയം, നമ്മളതിൽ വലുതായിട്ട് ബൈക്കോ കാര്യങ്ങളൊന്നും തന്നെ എന്തായാലും ഇല്ല. നമ്മളതിൽ നിറയെ കാറുകളൊക്കെ ഉണ്ട്. നമ്മളതിൽ GTR ഉണ്ട്, കൊനിക്സൺ ഉണ്ട്, ലെംബോർഗിനി ഉണ്ട്, ഫെറാറി ഉണ്ട്. അതേപോലെ തന്നെ 2 ടൈപ്പ് ഫോർച്യൂണർ ഉണ്ട്. ഒരെണ്ണം കേസിൽ കിടക്കുകയാണ്. പിന്നെ നമ്മളതിൽ എൻഡവർ ഉണ്ട്, അതേപോലെ തന്നെ ലെംബോർഗിനി ഉണ്ട്,
അത് 2 ടൈപ്പ്, ടെർസോയും ഹുറാക്കാനും. പിന്നെ നമ്മളങ്ങനെ കുറേ വണ്ടിയുണ്ട്, സൂപ്പർ, അങ്ങനെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. നമ്മളിൽ പക്ഷേ ബൈക്കായിട്ട് ആകെ 3 എണ്ണമല്ല. അതുകൊണ്ട് ഞാൻ ഒരു ഐഡിയ ചെയ്യാനായിട്ട് വേണം. ഞാൻ എന്തായാലും അച്ഛനോടും ജസ്റ്റ് ഇന്നലെ ഒന്ന് സംസാരിച്ചിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. നമ്മളെന്തായാലും അച്ഛനോട് നമ്മളെന്തായാലും പറഞ്ഞിട്ട് എന്തായാലും ഉണ്ടായിരുന്നു, ഒരു നൈസായിട്ടുള്ള ഒരു പുതിയൊരു ബൈക്കും കാലൊക്കെ എന്തായാലും വാങ്ങണം. നമ്മുടെ അച്ഛനും കാലൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു കിടിലനായിട്ടുള്ള ഒരു ബൈക്കും കാലൊക്കെ എന്തായാലും വാങ്ങണം. ഓക്കെ, അപ്പോൾ എന്തായാലും അച്ഛൻ എന്നാലും ഇപ്പം മുകളിലെന്തോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും അച്ഛൻ എന്തായാലും വരട്ടെ, എന്നിട്ട് നമുക്ക് എന്തായാലും ഒരുമിച്ച് എന്നാലും ബൈക്കും കാലൊക്കെ എടുക്കാനായിട്ട് പോകും. ഓക്കെ, ഞാൻ എടുക്കാൻ പോണ ബൈക്ക് ഏതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം തമ്മിലും കാലൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായി കാണായിരിക്കും. വേറൊരു ബൈക്കില്ല, നമ്മുടെ സുസുക്കിയുടെ ഹയബൂസയാണ്. ഓക്കെ, എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. എൻ്റെ ഫേവറേറ്റ് ബൈക്ക് R15 ആണ്. ഓക്കെ, പക്ഷേ എനിക്ക് ഹയബൂസ ഭയങ്കര ഇഷ്ടമാണ്. ചിലർ സൈഡൊക്കെ കാണാനായിട്ട് ഒടുക്കത്തെ ലുക്കാണ്. ഓക്കെ, ഹയബൂസയ്ക്ക് ചേർന്ന കളർ എന്ന് വെച്ചാൽ യെല്ലോ ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ പ്ലാൻ വെച്ചാൽ യെല്ലോ ഹയബൂസ എടുക്കാനാണ്. ഓക്കെ, നമ്മളെന്താ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛനും ഒരു ബൈക്ക് എടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അച്ഛൻ പറയണ അച്ഛനും ഒരു ബ്ലൂ കളറിലുള്ള ഒരു ഹയബൂസ എടുക്കുമെന്നാണ് പറഞ്ഞത്, സ്കൈ ബ്ലൂ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തായാലും അച്ഛൻ വരട്ടെ. എന്തായാലും നൈസായിട്ട് ഇവിടെ താഴെ എന്തായാലും വെയിറ്റ് ചെയ്യുന്നതായാലും നിൽക്കാൻ ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ അച്ഛനും കണക്ക് വന്നിട്ടുണ്ട്, നമ്മൾ പുറകെ വരെയാണ്. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് നല്ല വണ്ടികളൊക്കെ എടുക്കാനായിട്ട് പോവാം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും പോവാം, നമുക്കൊരു കാര്യം, നമുക്കെന്തായാലും വണ്ടി എടുത്ത് പോകാം ഗൈസ്. നമുക്ക് കാർ എടുത്ത് എന്തായാലും പോകാം. നമുക്ക് എന്തായാലും അകത്ത് പോയി നൈസായിട്ട് നമ്മുടെ ഏതാണ് സ്വിഫ്റ്റിൻ്റെ കീ എടുത്തിട്ട് വരാം. ഞാൻ നിറയെ ദിവസം സ്വിഫ്റ്റ് ഓടിച്ചിട്ട്. ഓക്കെ, കുറേ ദിവസം ഞാൻ ഓടിച്ചിട്ട്. ഓക്കെ ഓക്കെ, സോ നമ്മളങ്ങനെ സ്വിഫ്റ്റിൻ്റെ കീകളൊക്കെ എടുത്ത്. അയ്യോ, ഞാൻ ടേബിളിലെ മണ്ട കയറിയല്ലോ. ഞാൻ സ്വിഫ്റ്റ് ഓടിച്ചിട്ട് കുറേ, പക്ഷേ അച്ഛനും അങ്കിളും എപ്പോഴും ആ സ്വിഫ്റ്റിൻ്റെ മണ്ടൊക്കെയാണ്. ഓക്കെ, അവർക്കൊരു ചെറിയൊരു വണ്ടി എടുത്തു കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ ചെറിയ ചെറിയ ആവശ്യങ്ങളാണ് അവർക്ക് കൂടുതൽ. ഓക്കെ, എപ്പോഴും ഈ സ്വിഫ്റ്റാണ് അവർ എടുക്കണം. ഈ വണ്ടിക്ക് നല്ല ഓട്ടം ഉണ്ട്. ഓക്കെ, സത്യം പറഞ്ഞാൽ അവർ 2 പ്രാവശ്യം കൂടെ ഓടിച്ചോടിച്ച് ഒരു ദിവസം തന്നെ മിക്കവാറും 100 കിലോമീറ്റർ എന്തായാലും ഓടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ കുറേ ദിവസമായി ഈ സ്വിഫ്റ്റ് ഓടിച്ചിട്ട്. ഓക്കെ, അച്ഛൻ അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, അങ്ങനെ അച്ഛനും കണക്ക് വണ്ടി കയറിയിട്ടുണ്ട്. അതേ മോനെ, നമ്മൾ ഇന്ന് ഹയബൂസ ആണല്ലോ എടുക്കാൻ പോണേ. ആ അച്ഛാ, നമ്മളെടുക്കാൻ പോണ ഹയബൂസയാണ്. ആ ശരി മോനെ, ഹയബൂസ ഒരു നല്ലൊരു അടിപൊളി കിടുക്കാച്ച് വണ്ടിയാണ്. നമുക്കപ്പോൾ നേരെ സുസുക്കിയുടെ ഷോറൂമിലോട്ട് അങ്ങ് പോവാം. ആ എന്താ അച്ഛാ, നമുക്കെന്തായാലും നേരെ സുസുക്കിയുടെ ഷോറൂമിലോട്ട് പോവാം. ആ ഇവിടെ ഷോറൂം അടുത്ത് തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ പോണ ഷോറൂമിനാണെങ്കിൽ കേസ് എന്തായാലും ഒരു പ്രത്യേക കണക്ക് ഉണ്ട്. അടിയിൽ കയറലൊക്കെ നമ്മുടെ ഏതാണ് KTM ബൈക്കും, മണ്ടൊക്കെയാണ് കേസ് നമ്മുടെ സുസുക്കിയുടെ ബൈക്കും. ഓക്കെ, നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ കണക്ക് പിന്നെ സുസുക്കിയുടെ എത്ര ബൈക്കുകളുണ്ടെന്തോ എനിക്കറിയണ്ട, പക്ഷെ ഞാൻ ഹയബൂസയെ കണ്ടിട്ടുള്ളൂ വെളിയിലൊക്കെ. ഓക്കെ, നമുക്കെന്തായാലും ഒരു കാര്യം സാർ, എന്തായാലും അവിടെ എത്തിയിട്ട് എന്തായാലും കാണാം കേസ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറാവും. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ വണ്ടി ഇങ്ങനെയൊക്കെ ഓടിച്ച് നമ്മളങ്ങനെ ഫൈനലി ഗൈസ് നമ്മുടെ KTM പിന്നെ നമ്മുടെ ഏതാണ് സുസുക്കിയുടെ മിക്സഡ് ആയിട്ടുള്ള ആ ഒരു ഷോറൂമിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ താഴെ നോക്കണ കംപ്ലീറ്റ് KTM മണ്ടൊക്കെയാണ് സുസുക്കിയുടെ. ഓക്കെ, ചില 2 പേർക്ക് ലാഭമാണ്. ഓക്കെ ഓക്കെ, നമ്മളെന്തായാലും ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സ്വിഫ്റ്റിംഗ് ഏരിയയിൽ. ഓക്കെ, നമ്മുടെ അച്ഛൻ എന്തായാലും ഇറങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ പിന്നെ ഫുള്ള് നിറയെ വണ്ടികളാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കസ്റ്റമേഴ്സിന് കണ്ടിരും. മിക്കവാറും വല്ല ഹയബൂസയും വല്ല എടുക്കണമായിരിക്കും. ഓക്കെ, നമുക്കെന്തായാലും ഇത് തീരണതിന് മുമ്പ് എടുക്കണം. ഓ, പോലീസുകാരൻ വരെ വണ്ടി എടുക്കാൻ വന്നടേ. ഇപ്പോൾ ഈ പോലീസിനെ കാണാൻ പേടിയാണ്. ഇതൊക്കെ കേസൊക്കെ എറേസ് ചെയ്യണം. ഇതിൽ പക്ഷെ ആരുമില്ല. ഓക്കെ, ഇവിടെ പിന്നെ വേറെയും കുറേ വണ്ടികളുണ്ട്. സ്കോർപ്പിയോ, താറ്, പിന്നെ ബലീറോ, അങ്ങനെ കുറേ വണ്ടിയുണ്ട്. ഇവിടെ നമ്മുടെ പോയ വണ്ടി ഗൈസ്, ലെജൻഡർ കാരണം ഇപ്പോൾ അടിച്ചോണ്ടായിരുന്നു വേണ്ട ഗൈസ്. ഓക്കെ, നമുക്കിപ്പോൾ വണ്ടി എടുക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും അടിച്ചോട്ടെ. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ പോലെ തന്നെ പിന്നെ സെയിം മോഡൽ 2024 മോഡൽ, അതായത് 2024 എഡിഷൻ സ്വിഫ്റ്റ് കിടപ്പുണ്ട്. ഒരു റെഡും ബ്ലൂ. ഓക്കെ, പിന്നെ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് കസ്റ്റമേഴ്സിൻ്റെ ബൈക്കുകളായിരിക്കും. ഓക്കെ, കണ്ട നമ്മുടെ ഡ്യൂക്ക്, അങ്ങനെ കുറേ വണ്ടികളൊക്കെ ഇരിപ്പുണ്ട്. മിക്കവാറും RC ഡ്യൂക്കൊക്കെ ഇവിടെ നിന്ന് എടുത്തായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇവിടുത്തെ അവരുടെ ആയിരിക്കും. ഓക്കെ, എൻ്റെ മോൻ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഹയബൂസ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെടുക്കുന്ന കളർ ഇതല്ല, നമ്മൾ യെല്ലോ ആണ് കേസ്. ഓക്കെ, യെല്ലോ ആണ് കേസ്, നമുക്ക് അടിപൊളി. ഓക്കെ, നമ്മൾ യെല്ലോയെ എടുക്കും, അതൊക്കെ അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് ഇപ്പോൾ ഞാൻ ഫ്രണ്ടിൽ കൂടെ കയറി. ഞാൻ അല്ലെങ്കിൽ എപ്പോഴും ബാക്കിൽ കൂടെയാണ് കയറാറുള്ളൂ. ഓക്കെ, എൻ്റെ മോൻ ഇവിടെ KTM ഷോറൂം നൈസാണ്. പക്ഷെ ആകെപ്പാടുള്ളത് 3 വണ്ടി. 3 വണ്ടി ഉദ്ദേശം ഒന്നെന്ന് വെച്ചാൽ അവിടെ എടാ അളിയാ, ഇത് സീൻ RC ആണ് കേട്ടോ. ഇത് കുറച്ച് കൂടിയതാണ്. ഓക്കെ, നമ്മുടെ പഴയ നമ്മുടെ RC കൊടുത്തിട്ട് പുതിയ RC എടുക്കണമെന്ന് എനിക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ അങ്ങനെ വണ്ടി കൊടുക്കാറില്ല. നമ്മുടെ പക്ഷേ പഴയ വണ്ടികളൊക്കെ
ഫുള്ളായിട്ട് അതിൻ്റെ ഇതാണ് ചെയിനും പിന്നെ അതിൻ്റെ അകത്തുള്ള ഫുൾ സിസ്റ്റം തുരുമ്പടിച്ചിരിക്കുകയാണ്. ഓക്കെ, ഒരു സാധാരണ വണ്ടികളല്ലേ കംപ്ലീറ്റ് തുരുമ്പടിച്ചിരിക്കുകയാണ്. ഓക്കെ, എന്നുവെച്ചാൽ നമ്മുടെ കയ്യിലാണെങ്കിൽ ഇപ്പം ഏറ്റവും പഴയതായിട്ടുള്ള വണ്ടി സ്പ്ലെൻഡറാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ആ സ്പ്ലെൻഡർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. ആ വണ്ടി നമ്മൾ ഒട്ടും തന്നെ എന്തായാലും ഓടിച്ചിട്ടെന്നല്ല, സത്യം പറഞ്ഞാൽ ആ വണ്ടി ഒട്ടും തന്നെ എന്തായാലും ഓട്ടോ ഇല്ല. ഓക്കെ, നമ്മൾ രണ്ടാമത് എടുത്ത വണ്ടിയാണ് നമ്മുടെ RC. ആ വണ്ടി ഭയങ്കര ഓട്ടമാണ്, നമ്മൾ എപ്പോഴും അതേ എടുക്കത്തുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ZX10R എടുത്തു, പക്ഷെ അതും വലിയ ഓട്ടോ അല്ല. നമ്മുടെ അതാണ് സ്പ്ലെൻഡർ ഞങ്ങൾക്ക് ആകെ 2000 കിലോമീറ്റർ എന്തോ ടോട്ടൽ ഓടിയിട്ട് എന്തായാലും ഉള്ളൂ കേസ്. ഓക്കെ, ഓരോ പ്രാവശ്യം ഓയിൽ മാറ്റം ഞാൻ കൂടിപ്പോയ ഒരു 5 കിലോമീറ്ററൊക്കെ ഓടിക്കും കേസ്. ഓക്കെ, വലുതായിട്ട് എടുക്കാറില്ല, ചുമ്മാ കളക്ഷനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. ഓക്കെ, പിന്നെ ZX10R വലുതായിട്ട് ഓടിയിട്ടില്ല, കൂടിപ്പോയി ഒരു 10,000 കിലോമീറ്ററൊക്കെ ഓടിക്കാണ്. ഓക്കെ, അതും അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഓക്കെ, കൂടുതൽ ഓടിച്ചിട്ടുള്ള RC ആണ്. അത് മാത്രമല്ല കുറേ പ്രാവശ്യം മഴയത്ത് ഇരുന്നിരുന്ന് തവിട് പൊടിയിട്ടുണ്ടോ വണ്ടി. ഓക്കെ, അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴാണ് ഞാൻ പെയിൻറ്റ് മാറ്റിയത്. ഓക്കെ, ഇത് നമ്മുടെ വണ്ടി ആദ്യം വെച്ചാൽ കംപ്ലീറ്റ് വൈറ്റ് ആയിരുന്നു, ഫുൾ വൈറ്റ് ആയിരുന്നു. ഓക്കെ, നമ്മൾ പിന്നെ ഫുൾ അത് പച്ചയാക്കിയതാണ്. ഓക്കെ, എടുത്തപ്പോൾ വൈറ്റ് ആയിരുന്നു ഫുൾ. ഓക്കെ, പിന്നെ നമ്മളേലാണെങ്കിൽ പിന്നെ ഡ്യൂക്കില്ല. ഓക്കെ, ഡ്യൂക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ നമ്മുടെ RC ഒരിക്കലും കൊടുക്കത്തില്ല, അത് നല്ലൊരു ഓർമ്മകളുള്ളൊരു വണ്ടിയാണ്. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഓടിച്ചതായിട്ടുള്ള വണ്ടിയാണ്. നമ്മൾ ഒരു വണ്ടി കൊടുക്കാറില്ല, നമ്മൾ വാങ്ങാറേ ഉള്ളൂ. ഓക്കെ ഓക്കെ നമ്മളങ്ങനെ നൈസായിട്ട് നമ്മളെന്തായാലും KTMൻ്റെ ഷോറൂമിൻ്റെ മണ്ടൊക്കെയാണ് നമ്മുടെ ഹയാബൂസയുടെ. ഓക്കെ, എൻ്റെ പൊന്നെ ഈ നമ്മുടെ സുസുക്കിയുടെ ഷോറൂമിൽ ആകെപ്പാടെ ഉള്ളതെന്ന് വെച്ചാൽ ഹയാബൂസ മാത്രമാണ്. ഓക്കെ, വെച്ചാൽ ഇവരേൽ സ്റ്റോക്കില്ല. ഓക്കെ, നമ്മുടെ KTMൻ്റെ സ്റ്റോക്കില്ല, ഇനിയും കുറേ വണ്ടികളും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, പുതിയ ഡ്യൂക്കൊന്നും താഴെയില്ല, പഴയതേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഇതെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് കളറാണ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ഇതിൻ്റെ പേരെന്താന്ന് പറഞ്ഞാൽ, ഓക്കെ ഇത് നമ്മുടെ എന്തായിരുന്നു, അയ്യോ മറന്നല്ലോ ഗൈസ്, അയ്യോ കാർപ്പറ്റ് ബ്ലാക്കാ അങ്ങനെ എന്തോ ആയിരുന്നല്ലോ, അയ്യോ ഞാൻ മറന്നുപോയി. ഓക്കെ, അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു, ഇതിനെന്തോ ഒരു പേര് പറയാം ഗൈസ്, ഈ ഒരു ബ്ലാക്ക് ഞാൻ മറന്നുപോയി. ഇതിനെന്തൊരു പേര്, മാറ്റ് ബ്ലാക്ക്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഒരു മാറ്റ് ബ്ലാക്കും കേരളൊക്കെയാണ്. ഓക്കെ, കാണാൻ ഒടുക്കത്തെ ലുക്ക് ആയിരുന്നു. ഓക്കെ, ബ്ലാക്കായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നു. ഓക്കെ, പക്ഷേ എനിക്ക് മഞ്ഞാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഓക്കെ, റെഡ് നൈസാണ്. ഓക്കെ, റെഡും കാണാൻ കൊള്ളാം. ഓക്കെ, റെഡും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ ഒക്കെ പിന്നെ അങ്ങ് എടുക്കാം. ഓക്കെ, നമ്മൾ ഈ വണ്ടി ഒരിക്കലും ഒന്നും എടുക്കത്തില്ല ഗൈസ്. ഓക്കെ, ഒരിക്കലും ഉദ്ദേശിച്ചാൽ ഒരിക്കലും നമ്മൾ ഈ വണ്ടി മാത്രമല്ല നമ്മൾ എടുക്കാനായിട്ടാണ്. ഓക്കെ, ഇതിൻ്റെ എല്ലാ മോഡലും നമ്മൾ എടുക്കുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ എടുക്കാനായിട്ടാണ്, ആകെയുള്ളൊരു മോഡലാണ് യെല്ലോ. ഓക്കെ, പിന്നെ ഇതാണ് അച്ച എടുക്കാൻ പോണത് ബ്ലൂ. ഓക്കെ, അപ്പോൾ നമുക്കെന്നാലും ഈ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് പേപ്പർ വർക്ക്സ് എല്ലാം സെറ്റാക്കിയിട്ട് എന്നാലും കാണാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് അങ്ങനെ എല്ലാ പേപ്പർ വർക്ക്സ് എല്ലാം കഴിഞ്ഞിട്ടെന്നാലും ഉണ്ട്. അച്ഛൻ നമ്മുടെ താഴെ അവിടെ സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അച്ഛൻ പറയും വണ്ടി എടുത്തുകൊണ്ട് നേരെ ബീച്ചിലോട്ട് വിടാനാണെന്നാലും പറയുന്നത്. നമ്മുടെ സിഫ്റ്റിങ്ങളൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് പിന്നെ ഒന്ന് എടുക്കുക. എൻ്റെ ആളി നമുക്കിങ്ങനെ വണ്ടിയുടെ കീ ഇട്ടിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഐശ്വര്യമായിട്ട് കേസ് നമ്മളങ്ങനെ വണ്ടികളൊക്കെ നമ്മളങ്ങനെ എടുത്തേക്കാണ്. എൻ്റെ ആളെ സീനെന്ന് വെച്ചാൽ സീന് വണ്ടികളൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഹയാബൂസയും കാര്യങ്ങളൊക്കെ. നമ്മളങ്ങനെ നമ്മുടെ ഈ ഒരു വെബ് സീരീസിൽ നമ്മളങ്ങനെ വീഡിയോ കാണിച്ചുകൊണ്ട് നമ്മളെന്തായാലും ഒരു പുതിയൊരു കിടിലൻ വണ്ടികളൊക്കെ വാങ്ങിച്ചായിരുന്നു. അത് ഹയാബൂസയാണ്, സുസുക്കിയുടെ ഹയാബൂസയാണ്. നൈസ് വണ്ടി നൈസാണ്. അച്ഛൻ നേരെ നമ്മുടെ ബീച്ചിലോട്ട് വിടാനാണ് പറഞ്ഞത്. ഓക്കെ, നമുക്കൊന്നും നോക്കണ്ട, നമുക്ക് നേരെ അങ്ങ് ബീച്ചിലോട്ട് അങ്ങ് വിടാൻ കേസ്. ഓക്കെ, അച്ഛൻ നമ്മുടെ പുറകെ വരുന്നതാണ്. അച്ഛൻ സൈൻ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അച്ഛൻ അടുത്ത ബ്ലൂ ആണ്. ഓക്കെ, അച്ഛൻ പറഞ്ഞ ആദ്യം വെച്ചാൽ അച്ഛൻ വേറെ ഏതെങ്കിലും നിഞ്ച അങ്ങനെ വല്ല എടുക്കണം എന്നാണ് വിചാരിച്ചത്. നമ്മുടെ കവാസാക്കി നിഞ്ച H2R അല്ല, അതാണ്. ഓക്കെ, അതെടുക്കാന്നാണ് ആദ്യം പുള്ളി വിചാരിച്ചിരുന്നത് നമ്മുടെ അച്ഛനൊക്കെ. അച്ഛന് ഹയാബൂസയെക്കാളും നിഞ്ചാണ് ഇഷ്ടം. ഓക്കെ, എനിക്ക് പക്ഷേ ഹയാബൂസയാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, കാണാൻ നൈസ് വണ്ടിയാണ്. ഓക്കെ, ഭയങ്കര ഒരു എന്തോ ഒരു വല്ലാത്തൊരു കിടിലൻ ഫീൽ. ഓക്കെ, ഇത് ഓടിക്കും ഭയങ്കര ഒരു നല്ലൊരു ഇതിൻ്റെ ബോഡി കാണാനായിട്ട് നല്ല രസമുണ്ട്. നല്ല കിടുക്കാച്ച രീതിയിലാണ് ഉണ്ടാക്കിയത്. ഓക്കെ, പിന്നെ നല്ലൊരു രസമുണ്ട് വണ്ടി കാണാനായിട്ടൊക്കെ. വണ്ടിക്ക് ഉണ്ട് 2 കൊല്ലം സൈലൻസറിങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ പിന്നെ നൈസായിട്ടുണ്ട്. ഓക്കെ ഓക്കെ നമ്മളെന്നാലും നേരെ എന്നാലും ബീച്ചിലോട്ടാണ് എന്നാലും വിടണം. ഓക്കെ, നമുക്ക് ബീച്ചിൽ പോയി കുറച്ച് നേരം ചില്ല് ചെയ്യാം ഗൈസ്. ഓക്കെ, നമ്മളെന്നാലും അവിടെ വെച്ചെന്നാലും നമ്മൾ ഈ ഒരു വീഡിയോകളൊക്കെ വൈൻഡപ്പ് ചെയ്താണ്. നാളെ നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് എന്നാലും വരുന്നതാണ്. ഓക്കെ, നമുക്കെന്നാലും നൈസായിട്ട് എന്നാലും ബീച്ചിലും ഞങ്ങളൊക്കെ എന്നാലും പോകും. എന്നിട്ട് നമുക്ക് അച്ഛൻ പറഞ്ഞവരെ എന്നാലും നൈസായിട്ട് എന്നാലും വെയിറ്റ് ആക്കുക. നമുക്ക് നൈസായിട്ട് സ്റ്റൈലായിട്ട് തന്നെ വണ്ടി നിർത്താം. ഓക്കെ, നമുക്ക് എന്തായാലും അതിൻ്റെ ഫ്രണ്ടിലോട്ട് അങ്ങ് നിർത്താം. എൻ്റെ ആളിയാ. ഓക്കെ കേസ്, നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും വണ്ടികളൊക്കെ നൈസായിട്ട് എന്തായാലും കുറച്ചെന്തായാലും പുറകിലോട്ട് എന്തായാലും കയറ്റിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് അങ്ങ് നിർത്തി അങ്ങിടാം. ഓക്കെ കേസ്, നമ്മളങ്ങനെ നമ്മുടെ ഏതാണ് ഹയാബൂസകളൊക്കെ ഇവിടെ നമ്മൾ സെറ്റാക്കി എന്തായാലും വെച്ചിട്ടുണ്ട്. കാണാനായിട്ട് നൈസാണ്. പിന്നെ അച്ഛൻ്റെ ആ വണ്ടിയും കൂടെ എന്തായാലും വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ
ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി കേസ് നമ്മുടെ അച്ഛന് ഞങ്ങൾക്ക് എന്തായാലും ഫൈനലി എന്തായാലും എത്തിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, പിന്നെ കേസ് നമ്മൾ സ്വിഫ്റ്റും കൂടെ നൈസർ നമ്മൾ എന്തായാലും എടുത്തോണ്ട് എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട്. നമ്മൾ എന്തായാലും നൈസർ ചുമ്മാ എന്തായാലും സ്വിഫ്റ്റും കൂടെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. നമ്മുടെ സ്വിഫ്റ്റ് എന്തായാലും ഷോറൂമിൽ നിന്ന് എടുത്ത് നേരെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്, നമ്മുടെ ബൈക്ക് ഷോറൂമിൽ നിന്നാണ്. ഓക്കെ ഓക്കെ, നമ്മൾ അച്ഛൻ ഫൈനലി വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അച്ഛൻ്റെ ഏതാണ് ഹയബൂസയാണ്. കാണാനായിട്ട് ഒടുക്കത്തെ ലുക്കാണ്. നിങ്ങൾ വിചാരിക്കണ പോലെ ചാത്ത വണ്ടി വെച്ചാൽ ചാത്ത വണ്ടി. ആ ഫ്രണ്ട് കാണാനായിട്ട് ഒടുക്കത്തെ ഒരു ലുക്കാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഓക്കെയാണ്. ഫുള്ള് ഡീറ്റെയിലിംഗ് ആയിട്ടൊന്ന് കാണിച്ചു തരാം. എൻ്റെ പുറകിലത്തെ സൈലൻസറിൽ നിന്നൊക്കെ പുകയൊക്കെ വരണം. അതുപോലെ നൈസ് വണ്ടി വെച്ചാൽ സീന് വണ്ടിയാണ്. ഓക്കെ, നമ്മുടെ ഈ രണ്ട് വണ്ടിയുടെ ക്യാഷ് കണക്ക് പേ ചെയ്ത് നമ്മുടെ അച്ഛനാണ്. നമുക്ക് അച്ഛനാണ് വാങ്ങിച്ചത്. ഞാൻ അച്ഛന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നല്ലത് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് സമ്മതിക്കില്ല. അപ്പോൾ തന്നെ അച്ഛൻ വാങ്ങാൻ തുടങ്ങിയ അതിൻ്റെ പേയ്മെൻറ്റ് എടുത്തുണ്ടാകുമ്പോൾ. ഓക്കെ, എന്താ അച്ഛൻ വാങ്ങിച്ചതാണ്. അത് നൈസായിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാക്കി സ്പെക്കൊക്കെ കാണിച്ചത്. ഞാൻ നമ്മുടെ വണ്ടിയുടെ കാണിച്ചത് ഓർഡർ ചെയ്യണി. രണ്ട് സെയിമാണ്, വ്യത്യാസമൊന്നുമില്ല, കളർ വ്യത്യാസം തന്നെ ഉള്ളൂ. ഓക്കെ, ഇതാണ് കണ്ടോ ഇതിൻ്റെ ഇതും കാര്യമാണ്. മീറ്ററൊക്കെ എല്ലാം പൊളിയായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ മീറ്റർ വർക്ക് ആവാതിരിക്കുമോ. ഓക്കെ, നൈസാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കേസാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും നാളെ എന്തായാലും ഒരു പുതിയൊരു കിടിലൻ വീഡിയോ വരുന്നതാണ്. എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യും. ഇന്നത്തെ ഒരു വീഡിയോയുടെ വ്യൂ ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു 5K ആണ് കേസ്. ഓക്കെ, മാക്സിമം 5K കണക്ക് നിങ്ങൾ എന്തായാലും എത്തിക്കാനായിട്ട് ശ്രമിക്കും കേസ്. പ്ലീസ് 5K വേണം കേസ്. 5 വോട്ട് ഒരു 4 വേണം കേസ്. പ്ലീസ്, നമുക്ക് വ്യൂ ഭയങ്കര കുറവാണ്. ഓക്കെ, അതേപോലെ തന്നെ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പ്ലീസ് മാക്സിമം നമുക്ക് എന്തായാലും കൂടിപ്പോയ ഒരു 4K വേണം കേസ്. പ്ലീസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്തായാലും മാക്സിമം വീഡിയോസുകളൊക്കെ ഷെയർ ചെയ്യുന്നതിന് കൊടുക്കും. ഓക്കെ, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയണം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.